AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം AI വന്നതിന് ശേഷം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിലാണെങ്കിലും IT മേഖലകളിലാണെങ്കിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്നുമല്ല സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. AI വന്ന ശേഷം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ USA, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ആളുകളുടെ ജോലി എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം ഈ രാജ്യങ്ങളിലൊക്കെ ഏതൊരു സ്ഥാപനത്തിനാണെങ്കിലും അവർ കൃത്യമായിട്ട് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, ഇനി സ്കൂളുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ പള്ളികളായിക്കോട്ടെ, മോസ്കുകളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരൊരു പ്രത്യേക ഏരിയ ആ ഒരു സ്ഥാപനത്തിന് മുമ്പിലായിട്ട് ഒരു ഗാർഡൻ ഉണ്ടാവും. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് റോസപ്പൂവോ അല്ലെങ്കിൽ മറ്റ് പല പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ടൈപ്പ് ഗാർഡനെ കുറിച്ചല്ല. നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെയുള്ള ചില ഗ്രാസ് ഏരിയ, ലോണുകളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ശരിക്കും ഹോട്ടൽസ് ആണെങ്കിൽ വെഡ്ഡിങ് ഗാർഡൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കും. അതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ടുകളുണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ടുകളുണ്ട്, എന്ന് വേണ്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ ഇവിടെയൊക്കെ മുൻകാലങ്ങളിൽ ഈ ഗ്രാസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന പെട്രോള് ഒഴിച്ച് പ്രവർത്തിക്കുന്ന മെഷീനുകളായിരിക്കും. അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീനുകളും പിൻകാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ പെട്രോൾ ഒഴിച്ച് മാനുവലി ഒരാളിരുന്ന് വെട്ടുന്ന രീതിയിലുള്ള മെഷീൻസാണ് മിക്കവാറും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ മാനുവലി ഇതൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന ഈ പെട്രോൾ മെഷീൻസും അതുപോലെ ഒരാളുടെ ജോലിയോ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റോബോട്ടുകളാണ്. അതായത് ഇത് 100% ഓട്ടോമേറ്റഡ് ആണ്. അതുപോലെ AI കൂടി ഉള്ള ഒരു റോബോട്ടുകളാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലാൻഡ് ഏത് ഷേപ്പിലോ ഏത് രീതിയിലോ ഉള്ളതായിക്കോട്ടെ, നമ്മുടെ ഗ്രാസ് എത്ര ആണോ നമുക്ക് വേണ്ടത് അതിൻ്റെ ഹൈറ്റിൽ അത് കൃത്യമായി വെട്ടിത്തരും. അതുപോലെ തന്നെ സെൽഫ് ചാർജിങ് ആണ്. നമ്മൾ ഒരു തവണ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഡേ നൈറ്റ് വർക്ക് ചെയ്ത് കൃത്യമായിട്ട് ഗ്രാസ് കട്ട് ചെയ്ത് അതിനുശേഷം അതിൻ്റെ ചാർജിങ് സ്റ്റേഷനിലേക്ക് സിമ്പിളായിട്ട് അത് പോയി ആ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് റീചാർജ് ചെയ്ത ശേഷം വീണ്ടും തിരിച്ച് വന്ന് ഗ്രാസ് കട്ട് ചെയ്ത് വീണ്ടും തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ രീതിയിലുള്ള മെയിൻ്റനൻസ് ആണ്. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ നമുക്കിത് വറിയാവേണ്ട കാര്യമില്ല. മാത്രമല്ല, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഏത് ലാൻഡാണോ നമുക്ക് കൊടുത്തിരിക്കുന്നത് ആ ലാൻഡിനെ കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇനി നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം പെട്രോൾ ഒഴിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരുന്ന് ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇത് എത്രത്തോളം മാൻ പവർ ആവശ്യമുള്ളൊരു ജോലിയാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ പെട്രോൾ ആവശ്യമുണ്ട്, ആ മെഷീൻ്റെ റിപ്പയറിങ് ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോളിഡേ പേയ്മെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം, മന്ത്ലി സാലറി പേ ചെയ്യണം. അങ്ങനെ ഒരുപാട് എന്താണ് ഒരു സ്റ്റാഫിന് വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു റോബോട്ട് വരുന്നതോടുകൂടി ഈ ഒരു സ്റ്റാഫിനെ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണ്. അതിന് പകരം ഇങ്ങനെ ഒരു റോബോട്ടിനെ സ്ഥാപിച്ച ശേഷം ഈ വരുന്ന ഗ്രാസ് ഏരിയകളെല്ലാം തന്നെ ഈ റോബോട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു മാസത്തെ സാലറി മതി ഈ ഒരു റോബോട്ട് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എത്ര മാസങ്ങളോളം വേണമെങ്കിൽ ഇവനെ നമുക്ക് ഉപയോഗിച്ച് ഈ ഒരു ഗ്രാസ് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ എക്സാമ്പിളാണ് AI വന്നതുകൊണ്ട് എങ്ങനെയാണ് ആളുകളുടെ ജോലി മെല്ലെ നഷ്ടപ്പെടുന്നത്. ഇനി ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഇതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് വരും. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു റോബോട്ടിക് മെഷീന് ഗ്രീൻ ഗ്രാസും അതല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്രാസും തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. ഗ്രാസ് ഏരിയ തീരുന്നത് എവിടെയാണോ അവിടെ തന്നെ ഈ ഒരു മെഷീൻ വന്ന് സ്റ്റോപ്പ് ചെയ്ത് കറങ്ങി എങ്ങനെയാണോ നമ്മുടെ ലാൻഡ് ഇരിക്കുന്നത് ആ ലാൻഡിന് കൃത്യമായിട്ടുള്ള ലൈനിങ് ഉണ്ടാവും. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഫുട്ബോൾ മത്സരവും ക്രിക്കറ്റൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്റ്റേഡിയത്തിലും ഗ്രാസ് ഏരിയയിലും ഒരു ലൈൻ കാണാം. അത് കട്ട് ചെയ്യുന്ന ആ രീതിയിലാണ് ആ ലൈൻ വരുന്നത്. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കൃത്യം ലൈനിലൂടെ പോയെങ്കിൽ മാത്രമാണ് ആ ലൈൻ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഗാർഡൻ്റെ മൊത്തത്തിലൊരു ഭംഗിയെ ബാധിക്കും അതിൻ്റെ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷേ
ഈ AI ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ഒരു റോബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൃത്യമായി ഏതരം ലാൻഡ് ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് ആ ലൈനിൽ കൂടെ മാത്രം സഞ്ചരിച്ച് കൃത്യമായ ലൈനിങ് ഗ്രാസ് കൃത്യമായി കട്ട് ചെയ്ത് ലൈനും വെക്കുന്നതാണ്. അതുപോലെ തന്നെ GPS അലാം സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും എടുത്തുകൊണ്ട് പോകാനേ സാധിക്കില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അലാം അടിച്ച് അതിൻ്റെ ഓണർ ആരാണോ അവർക്ക് അതിനുള്ള മെസ്സേജ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ AI വന്ന ശേഷം ലോകത്തിലുള്ള പല രാജ്യങ്ങളിലുള്ള പല തരത്തിലുള്ള ജോലികളെയും എങ്ങനെയാണ് ഈ റോബോട്ടുകളും അതുപോലെ തന്നെ AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള മെഷീൻസും റീപ്ലേസ് ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം സ്വയം ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തന്നെ അത് പകുതിയോളം മനുഷ്യൻ്റെ പ്രയത്നത്തെ റീപ്ലേസ് ചെയ്യും. അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ പല സ്ഥാപനങ്ങളിലും ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സ്ലോ ആയിട്ട് ആളുകളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ വെട്ടുന്ന ആളുകളെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലം കൂടിയാണ്. കാരണം എല്ലാവർക്കും പഠിച്ച് IT ഫീൽഡിൽ പോകണം, എഞ്ചിനീയേഴ്സ് ആവണം, ഡോക്ടേഴ്സ് ആവണം. ആരും തന്നെ പഠിച്ചിറങ്ങിയ ശേഷം ഒരു ഗാർഡൻ മെയിൻ്റെനൻസിന് ആരും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.